എല്ലാവർക്കും നമസ്കാരം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ 4th സെമസ്റ്റർ ബികോമിൻ്റെ പേപ്പറായിട്ടുള്ള ജനറൽ ഇൻഫോർമാറ്റിക്സ് സ്കിൽസിൻ്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു എക്സാമിനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ ഒരു കാര്യം കൂടെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ജനറൽ ഇൻഫോർമാറ്റിക്സ് സ്കിൽസിൻ്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഈ വരുന്ന ജൂൺ 4-5 തീയതികളിലായിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. DBMSൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല, ഉടനെ തന്നെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ എക്സാമിനേഷന് ഹോൾ ടിക്കറ്റ് നിർബന്ധമായിട്ടും കൊണ്ടുവരണം എന്നുള്ളതാണ്. നിങ്ങൾ 4th സെമസ്റ്റർ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അത് തീർച്ചയായിട്ടും പ്രാക്ടിക്കൽ എക്സാമിന് വരുന്ന സമയത്ത് നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. അതേപോലെ തന്നെ മോസ്റ്റ്ലി രജിസ്റ്റർ നമ്പറിൻ്റെ ഓർഡറിലായിരിക്കും ഈ എക്സാമിനേഷൻ നടത്താറുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു മണിക്കൂറാണ് ഈ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. 1 മണിക്കൂറിൽ 4 ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ 4 ക്വസ്റ്റ്യൻസ് 1 മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു സ്പീഡിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് മാക്സിമം സിസ്റ്റം ഉപയോഗിച്ചിട്ട് ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. വേർഡ്, എക്സൽ, പിന്നെ 2 ടാലിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് നോർമലി ചോദിക്കാറുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് എന്തൊക്കെയാണ് ഈ ജനറൽ ഇൻഫോർമാറ്റിക്സ് സ്കിൽസുമായി ബന്ധപ്പെട്ട ചോദിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്നുള്ള അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക്